മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു യുവാവ്. തൃശൂർ കൊട്ടേക്കാട് സ്വദേശിയായ ഗോഡ്വിൻ പകൽ സ്വകാര്യ ITIയിൽ പഠിക്കാനുള്ള പണം കണ്ടെത്താൻ വൈകുന്നേരങ്ങളിൽ ഓട്ടോ ഓടിക്കും. ദിവസവാടകയ്ക്ക് മറ്റൊരാളുടെ ഓട്ടോ എടുത്താണ് ഈ ഓട്ടം. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ എല്ലാ യുവാക്കളും കഴിയും വിധം പരിശ്രമിക്കണമെന്നാണ് ഈ യുവാവ് എല്ലാവരോടുമായി പറയുന്നത്. നമ്മുടെ നാട്ടിൽ പഠനത്തോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ട പണമൊക്കെ കണ്ടെത്താനായി പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. തൃശ്ശൂർ കൊട്ടേക്കാട് സ്വദേശിയായിട്ടുള്ള ഗോഡ്വിൻ പകൽ മുഴുവൻ കോളേജിൽ പോകും. കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ തൻ്റേതായ ഈ ഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ വ്യക്തിഗതമായ ചിലവുകൾക്കും ഒക്കെ വേണ്ട പണം കണ്ടെത്താനുള്ള ഒരു ഓട്ടത്തിലാണ്. ആ ഗോഡ്വിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഗോഡ്വിനെ ക്ലാസ് കഴിഞ്ഞ വരെയാണ്? അതെ, ക്ലാസ് കഴിഞ്ഞ വരിക. അപ്പം ഇന്നെന്താ ഓട്ടോ എടുക്കണല്ലേ? ക്ലാസ് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പോവാണല്ലേ? എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ മെക്കാനിക്കൽ ITIയിൽ ഞാൻ പഠിക്കുകയാണ്. ഒല്ലൂക്കരയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് 8 മണി തൊട്ട് 3:30 വരെയാണ് ക്ലാസ്. 3:30 ശേഷമാണ് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് ഞാൻ വണ്ടി ഓടിക്കണത്. സ്വന്തമായിട്ട് വണ്ടി ഇല്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല. ഞാനത് കളക്ഷന് വേണ്ടിയിട്ടാണ് ഓടിക്കണത്. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഞാൻ. അപ്പം സ്വന്തമായിട്ട് നമ്മുടെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഗോഡ്വിൻ ഇങ്ങനെ ഓട്ടോ ഓടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെയാണോ അത് ചെയ്യുന്നത്? എന്നാൽ ഫുൾ എമൗണ്ട് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ തൊട്ട് വണ്ടി ഓടാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഓടുന്ന കാശും അതേപോലെ ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ കാശും കൂടി കൂട്ടി വെച്ച് ബാക്കിയുള്ള പൈസ അമ്മയുടെ നിന്ന് വാങ്ങിയിട്ടാണ് ഫീസ് അടയ്ക്കണത്. 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂർ ടൗണിൽ വണ്ടി ഓടി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി. ഈ പല കുട്ടികളും സ്വന്തമായിട്ട് ഇങ്ങനെ ഒരുപക്ഷെ ഈ ഒരു പ്രായത്തിലും എല്ലാവർക്കും ഇല്ല എന്നല്ല, ചില പേര് സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടെത്തി സ്വന്തം പൈസയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗോഡ്വിൻ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോൾ മുതൽ തുടങ്ങി? 5ാം ക്ലാസ്സിലത്തെ മെയിൻ വെക്കേഷന് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു 750 രൂപ ഞാൻ കടം മേടിച്ച് നമ്മുടെ തൃശ്ശൂർ SS മണിയിൽ പോയിട്ട് ലോട്ടറി എടുത്ത് ആ ലോട്ടറി വിറ്റ കാശ് കൊണ്ട് ഞാൻ 14,000 രൂപ ഉണ്ടാക്കി. 14,000 രൂപയ്ക്ക് 2 സൈക്കിൾ ഞാൻ മേടിച്ചു. ഒരെണ്ണം എനിക്കും ഒരനിയനും മേടിച്ച് ബാക്കിയുള്ള പൈസ വീട്ടിലും കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ആ വേർപ്പിൽ വിഷമം മനസ്സിലായി. കാരണം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച സൈക്കിളാകുമ്പോൾ മഴ പെയ്താലും തുരുമ്പ് വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീട്ടിനുള്ളിൽ കയറ്റി വയ്ക്കും. അപ്പോഴാണ് അപ്പനോട് പറഞ്ഞത്, അപ്പം നിനക്ക് കാശിൻ്റെ വില മനസ്സിലാവില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പണിയണേ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവണില്ലേ എന്ന് ചോദിച്ച് എന്നെ ചീത്തയൊക്കെ പറഞ്ഞ് ചെയ്തത് നല്ല ശരിക്കും അതൊരു തിരിച്ചറിവാണ് ശരിക്കും. അതെ 18 വയസ്സിൽ ഓട്ടോറിക്ഷ ഫീൽഡിൽ വന്ന് ഇപ്പോൾ 3 കൊല്ലം ഞാൻ ടൗണിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ വണ്ടി വീട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണേ. ഇപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ പോയിട്ടാണ് ഇനി വണ്ടി എടുക്കാൻ പോകുന്നത്. പഠനമൊക്കെ എപ്പോഴാണ് നടക്കുക? നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ രാവിലെ പരമാവധി റെക്കോർഡ് സംഭവങ്ങളൊക്കെ നമ്മൾ കോളേജിൽ വെച്ചിട്ടും അതേപോലെ തന്നെ തിയറി കാര്യങ്ങളൊക്കെ കോളേജിലാണ് എഴുതുന്നത്. അതിനുശേഷം വല്ല റെക്കോർഡ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് പേട്ടയിലിട്ടിട്ട് വണ്ടിയിലെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ റെക്കോർഡ് എഴുതി അങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ട് കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാറ്. എന്താ ഇനിയിപ്പം ഗോഡ്വിൻ്റെ ഒരു ആഗ്രഹം എന്താണ്, ഒരു എയിം എന്താണ്, എവിടേക്ക് എത്തണം എന്നുള്ളതാണ്? എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നൊരു വലിയൊരു ആഗ്രഹം. അത് ചെറുപ്പം തൊട്ട് വണ്ടികളോടുള്ളൊരു ക്രൈസ് എന്ന് പറയുക, വണ്ടി പ്രാന്തെന്നും പറയാം. അപ്പോൾ സ്വന്തമായി പണം കണ്ടെത്താൻ ഓട്ടോ ഓടിച്ച് ഗോഡ്വിൻ അങ്ങനെ യാത്ര തുടരുകയാണ്. ഒരു ആഗ്രഹം പോലെ തന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാൻ ഗോഡ്വിന് കഴിയട്ടെ. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.